ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അതെ, നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന വീഡിയോ, മാജിക് ബ്രൂമിന്റെ Q&A വീഡിയോ. Q&A പോസ്റ്റിലിട്ട എല്ലാ കമന്റ്സും എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും അബദ്ധവശാലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ കമന്റ് ഇട്ട ആളോട് സോറി പറയുന്നു. എഡിറ്റിംഗ് വലിയ വശമില്ലാത്തതുകൊണ്ട് വലിയ എൻഗേജിംഗ് വീഡിയോ ഒന്നും ആയിരിക്കില്ല. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പൊ നമുക്ക് ആദ്യത്തെ കമന്റിലേക്ക് പോവാം. നിനക്കൊരു 800 കോടി കിട്ടിയെന്ന് വിചാരിക്കും, വെറുതെ വിചാരിക്കും. ഓക്കെ, അത് വെച്ചിട്ട് നീ ഒരു പാൻ ഇന്ത്യൻ പടം എടുക്കാന്ന് വിചാരിക്കും. അതിൽ നീ ആരെ ഡയറക്ടർ ആക്കും, ആരെ നായകനാക്കി കൊള്ളാം. ഒരിക്കലും നടക്കാത്ത മനോഹരമായ ഒരു സ്വപ്നം എന്നൊക്കെ പറയണ പോലത്തെ ഒരു സാധനം. 800 കോടി ഉണ്ടെങ്കിൽ ഞാൻ ഒരു പാൻ ഇന്ത്യൻ പടം ആയിരിക്കില്ല ചെയ്യുക, 2 പാൻ ഇന്ത്യൻ പടം ചെയ്യും. അതിൽ ഒരെണ്ണത്തിൽ പ്രഭാസിനെ നായകനാക്കും, പ്രശാന്ത് നീലിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കും. രണ്ടാമത്തെ സിനിമ വിജയനെ നായകനാക്കിയിട്ട് ലോകേഷിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കും. സിമ്പിൾ. രണ്ടുപേരും നല്ല മാർക്കറ്റുള്ള ആൾക്കാരാണ്. സോ കാര്യം ആരും ക്രിട്ടിക്സ് വൈസ് ഓവർ റേറ്റഡ് ആൻഡ് അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ മലയാളം മൂവി. ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയത് ഉറപ്പായിട്ടും ഗുരുവായൂർ അമ്പല നടയിൽ. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഈ പടം എങ്ങനെ ഇത്രയും ഹിറ്റായി എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളത് ഗുരു, മോഹൻലാലിന്റെ ഗുരു. കിടിലൻ പടമാണ്. ഈ ചാനലിന്റെ പേര് മാജിക് ബ്രൂം എന്ന് ഇടാനായിട്ടുള്ള കാരണം ഏറ്റവും തറ ലെവലിൽ കിടക്കുന്ന സാധനമാണല്ലോ ചൂല്. ഇപ്പോൾ ഞാൻ ആദ്യം ഈ ചാനൽ തുടങ്ങിയപ്പോൾ റീക്രിയേഷൻ വീഡിയോസ് മാത്രം ചെയ്താൽ മതി എന്നായിരുന്നു വിചാരിച്ചു. അതായത് പൊട്ടി പടങ്ങൾ എന്റെ രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്ത് മനോഹരാക്കുക, അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ തറ ലെവലിൽ കിടക്കുന്ന സിനിമകൾ ഒരു മാജിക് ഒക്കെ കാണിച്ചിട്ട് നമ്മൾ അതൊരു സക്സസ് ആക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ തറ ലെവലിൽ കിടക്കുന്ന സാധനം ചൂലാണ്. മാജിക് ചൂലിന്ന് ഇടാൻ പറ്റാത്തതുകൊണ്ട് മാജിക് ബ്രൂം എന്നാക്കി. പിന്നീട് ഞാൻ ആ ചാനലിന്റെ പേരൊക്കെ മാറ്റാനായിട്ട് ശ്രമിച്ചായിരുന്നു. കാരണം ഞാൻ റീക്രിയേഷൻ അല്ലാണ്ട് വേറെ കണ്ടന്റ്സ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ആ പേര് മാറ്റാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മാജിക് ബ്രൂം പിന്നെ ഒരു ഐഡന്റിറ്റി ആയതുകൊണ്ട് ഓഡിയൻസ് പോകുന്നു വിചാരിച്ചിട്ട് പിന്നെ അത് ചെയ്തില്ല. സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ്: ഫസ്റ്റ് ഓഫ് ഓൾ കരിയർ നോക്കുക. ആദ്യം ഒരു ജോലി കണ്ടുപിടിക്കുക, അതിനുശേഷം സിനിമയിലേക്ക് വരാം. ഇനി രണ്ടാമത്തെ അഡ്വൈസ് ആണ്, നിങ്ങൾ ഒരുപാട് സ്റ്റോറികൾ എഴുതി വെക്കുക. സ്ക്രിപ്റ്റ് അല്ല, സ്റ്റോറികൾ എഴുതി വെക്കുക. പല ജോണറിലുള്ള സ്റ്റോറികൾ എഴുതി വെക്കുക. അതിൽ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന 1-2 സ്ക്രിപ്റ്റ് എഴുതി വെക്കുക. ഇത്രയും മതി. അതല്ലാതെ നിങ്ങൾ ഒരു സ്റ്റോറി ഒരു പ്രൊഡ്യൂസറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം മാത്രം അയാൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ മാത്രം എന്റെ സ്ക്രിപ്റ്റ് ചെയ്ത് കാത്തിരുന്നാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുന്നതാണ്. ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആക്ടറും ആക്ട്രസും ഇല്ല, ഒരു ഫേവറേറ്റ് ഇല്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. സോ അങ്ങനെ ഒരു ഫേവറേറ്റ് ഇല്ല. നിലവിൽ ഇന്ത്യയിൽ ഓരോരോ ഇൻഡസ്ട്രിയിൽ അടുത്ത സ്റ്റാർ ആവാൻ ചാൻസ് ആർക്കും. ഞാൻ നോക്കിയിട്ട് മലയാളത്തിൽ ഒരു സ്റ്റാർ എന്ന രീതിയിൽ വരാനായിട്ട് ദുൽഖറിന് നല്ല ചാൻസ് ഉണ്ട്. തമിഴിൽ എനിക്ക് തോന്നുന്നു ശിവകാർത്തികേയന് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, കയറി വരും. ഹിന്ദിയിൽ ഓഫ് കോഴ്സ് ഷാറുഖ് ഖാൻ, സൽമാൻ, അമീർ ഖാന് ശേഷം എന്തായാലും രൺബീർ കപൂറും രൺവീർ സിംഗും ഉറപ്പാണ്. ബ്രോ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓഫ് നാഷണൽ അവാർഡ് ജെനുവിനിറ്റി? പലപ്പോഴും പുറമേ നിന്നുള്ള പല ശക്തികൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നാഷണൽ അവാർഡിന്റെ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അതിലൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞില്ല. സോ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ബ്രോ, ഈ അടുത്തിറങ്ങിയ ഫ്ലോപ്പായ സിനിമകളിൽ ഏതൊക്കെ അണ്ടർ റേറ്റഡും ഏതൊക്കെ പൊട്ടയുമാണെന്ന് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. ഫ്ലോപ്പായ സിനിമയിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയി തോന്നിയത്, എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി എന്റെ ചോയ്സ് ആണ്, റെട്രോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. ഒരു കിടിലൻ പടമാണ്. അത് ഒരു പൊട്ടയുടെ പടമല്ലായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പൊട്ടയായ സിനിമകൾ തഗ് ലൈഫ്, ഇന്ത്യൻ 2, അങ്ങനെയുള്ള ഗെയിം ചേഞ്ചർ, അങ്ങനെയുള്ള പടങ്ങളൊക്കെ പൊട്ട തന്നെയാണ്. ബ്രോ, മലയാളത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് മൂവി ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞു ഗുരുവിനേക്കായി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. ദേവദൂതനൊക്കെ ഉണ്ട്, പക്ഷെ ദേവദൂതനൊക്കെ രണ്ടാമത് റിലീസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത്, റെസ്പോൺസ് ഒക്കെ കിട്ടിയ പടം. വിച്ച് അപ്കമിംഗ് മൂവി യു ലൈക്ക് ടു വാച്ച് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ? ഓഫ് കോഴ്സ് 2 പടമാണ് എന്റെ ലിസ്റ്റിലുള്ളത്. 1 രജനീകാന്തിന്റെ കൂലി, 2 ദിലീപിന്റെ ബബ്ബം. ബ്രോ, ഇതുവരെ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാൻ ശ്രമിച്ചില്ലേ? അതുപോലെ തന്നെ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് നടന്റെ കൂടെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ, മൂവിയുടെ സ്ക്രിപ്റ്റ് ഒരെണ്ണം എഴുതിയിരുന്നു, അതിന്റെ പിന്നാലെ കുറെ നടന്നതാണ്. ഒരു ത്രില്ലർ സബ്ജക്റ്റ് ആയിരുന്നു. അതിനി ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പല സിനിമകളിലും അതിന്റെ ഓരോരോ ഘട്ടങ്ങൾ ഇറങ്ങി പോയി. അത് മാത്രമല്ല, ഞാൻ 2021-22 കാലഘട്ടത്തിൽ എഴുതിയൊരു സ്ക്രിപ്റ്റ് ആണ്. സോ അത് ത്രില്ലറാണ്, പോലീസ് സ്റ്റോറിയാണ്. സോ അത് അത്യാവശ്യം ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നടന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ, ഇനി ഏത് നടന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ, എനിക്ക് മലയാളത്തിൽ നിന്നാണെങ്കിൽ ഓഫ് കോഴ്സ് മോഹൻലാൽ, ദിലീപ്. ഞാൻ ഇന്ത്യ ലെവലിലാണെങ്കിൽ പ്രഭാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പേരെന്താണ്? പേരൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തൽക്കാലം എന്നെ നിങ്ങൾ മാജിക് ബ്രൂം എന്ന് തന്നെ വിളിച്ചോളൂ. വീട് എവിടെയാണ്? വീട് എറണാകുളമാണ്, അങ്കമാലി. ഫേവറേറ്റ് ആക്ടർ ഇല്ല, ഫേവറേറ്റ്സ് ഇല്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അപ്പൻ, അമ്മ, അനിയൻ, ഞാൻ. മമ്മൂട്ടി, മോഹൻലാൽ പോലെ മറ്റു 2 പേര് വളർന്നു വരികയാണെങ്കിൽ ആരായിരിക്കും? മലയാളത്തിൽ അങ്ങനെയാണെങ്കിൽ സ്റ്റാർ പ്ലസ് ആക്ടർ കോംബോ എനിക്ക് തോന്നുന്നു ഇതുവരെ ആരും വന്നിട്ടില്ല. ഇപ്പൊ സ്റ്റാർ ആവാൻ കഴിവുള്ളവരുണ്ട്, ആക്ടർ ആവാൻ കഴിവുള്ളവരുണ്ട്, പക്ഷെ സ്റ്റാർ പ്ലസ് ആക്ടർ കോംബോസ് ഇല്ല. കാരണം മമ്മൂട്ടി, മോഹൻലാലും ഒരു സ്റ്റാർ പ്ലസ് ആക്ടർ കോംബോ ആണ്. ഒരു സ്റ്റാർ എന്ന നിലയിലാണെങ്കിൽ പൃഥ്വിരാജിനും ദുൽഖറിനൊക്കെ പോവാം. ഒരു ആക്ടർ എന്ന നിലയിലാണെങ്കിൽ ഫഹദിനും പോവാം. പക്ഷെ ഇത് രണ്ടും കൂടി കലർന്ന രീതിയിൽ പോകാനായിട്ട് കറന്റ്ലി ഇപ്പോൾ ആരുമില്ല.
നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ആ ഉണ്ടാക്കി വെച്ച ഹൈപ്പൊക്കെ പോകും. പക്ഷെ വിക്രം സിനിമയിൽ റോളക്സിന്റെ ക്യാരക്ടറിന് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു വിലയുണ്ട്, ആ വില കളയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോളക്സിന്റെ സ്റ്റാൻഡ് അലോൺ മൂവി ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് കൈദി 2-ലും വിക്രം 2-ലൊക്കെ ആയിട്ട് കാണിച്ച് റോളക്സിന്റെ ചാപ്റ്റർ എൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ സ്റ്റാൻഡ് അലോൺ മൂവി ഒന്നും വരുമെന്ന് തോന്നണില്ല, അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ബ്രോ ഫാൻ ബോയ് ഫിക്ഷൻ ആയിട്ട് കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ട്? ഓഫ് കോഴ്സ്, നമ്മൾ എല്ലാവരുമായിട്ടുള്ള കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെ എല്ലാം ഒരു രസം. കൊളാബറേഷൻ ഒക്കെ വരുമ്പോൾ കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ കൂടാം. സിനിമയുടെ എന്റർടൈൻമെന്റ് വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എല്ലാ കാലത്തെയും പോലെ ഇപ്പോഴത്തെ കാലത്തിന്റെ രീതിക്ക് അനുസരിച്ചുള്ള എന്റർടൈനർ മൂവീസ് വരുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം തിയേറ്ററിൽ വെച്ച് കണ്ടു കളയാൻ പറ്റുന്നതുകൊണ്ട് റീവാച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ, നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റും. ബ്രോ പ്ലീസ് ടെൽ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ഡയറക്ടർ? ഫേവറേറ്റ് ഡയറക്ടർ മലയാളത്തിലാണെങ്കിൽ എനിക്ക് അമൽ നീരദിന് ഭയങ്കര ഇഷ്ടമാണ്. ദിലീഷ് പോത്തൻ ഭയങ്കര ഇഷ്ടമാണ്. വിച്ച് ഈസ് ദ മൂവി ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ ടെക്സ്റ്റ് ബുക്ക് ഫോർ കൊമേഴ്ഷ്യൽ മാസ് എന്റർടൈനിങ് ഫിലിംസ്? യു ക്യാൻ ചൂസ് അറ്റ് എനി ലാംഗ്വേജ്. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് രാജമാണിക്യമാണ്. എങ്ങനെ ഒരു എന്റർടൈനിങ് മൂവി ചെയ്യാം, എങ്ങനെ ഒരു ഐക്കോണിക് ക്യാരക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജമാണിക്യം. മലയാളത്തിൽ ഒരു പക്ക കൊമേഴ്ഷ്യൽ സൈഫൈ ത്രില്ലർ എടുക്കാൻ നിലവിലെ ഏറ്റവും മികച്ച ആക്ടർ ഡയറക്ടർ കോംബോ. അങ്ങനെ ഒരു സിനിമ വരുവാണെങ്കിൽ അത് മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമോ? ഉറപ്പായിട്ടും മലയാളി ഓഡിയൻസിന് അങ്ങനെ പ്രത്യേകിച്ച് അക്സെപ്റ്റൻസ് കുറവായിട്ടൊന്നുമില്ല. എല്ലാ ജോണറും മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, അത്യാവശ്യം നല്ലതാണെങ്കിൽ. ഒരു സൈഫൈ ത്രില്ലർ മൂവി ചെയ്യാനാണെങ്കിൽ ഷൈൻ നിഗം, ഇന്ദ്രജിത്ത്, ഷറഫുദ്ദീൻ ഇവരൊക്കെ സെറ്റപ്പ് ആയിരിക്കും തോന്നുന്നുണ്ട്. ഡയറക്ടറായിട്ട് ഇപ്പോൾ ബ്രഹ്മയുഗത്തിന്റെ അല്ലെങ്കിൽ പടക്കളത്തിന്റെ ഒക്കെ ഡയറക്ടറായാലും സെറ്റ് ആയിരിക്കും തോന്നുന്നുണ്ട്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഫ്രഷ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിപ്പ് അടിക്കാം. ബൈ. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഡീൽ വിത്ത് യുവർ യൂട്യൂബ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ദോസ് വൺ ഹൂ ക്രിയേറ്റ് കണ്ടന്റ് സിമിലർ ടു യു? വാട്ട് കീപ്സ് യു മോട്ടിവേറ്റഡ് ടു ഡു ബെറ്റർ ദാൻ ദം ആൻഡ് കീപ് ഗോയിങ്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. നമ്മുടെ തന്നെ അടിച്ചു വെച്ചേക്കണ കുറെ കോമ്പറ്റീറ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ ചാൻസ് കണ്ടിട്ടുണ്ട്. ആളുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വ്യൂവേഴ്സും നമ്മുടെ ഓഡിയൻസും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ എഡിറ്റിങ്ങിൽ അത്ര വശമുള്ള ആളൊന്നല്ല. അത്യാവശ്യം തട്ടിക്കൂട്ടി ഫോട്ടോസൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ചെയ്യുന്നതെന്നുള്ളൂ. അത് വെച്ചിട്ടും കാണാൻ ഇത്ര ആൾക്കാരുണ്ടെന്നുള്ളത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്റെ വാക്കുകൾ കേൾക്കാനും ഞാൻ പറയുന്ന അഭിപ്രായങ്ങളോട് യോജിക്കാനും ഒക്കെ ആളുകൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇത്ര ഓഡിയൻസ് ഒക്കെ ഉള്ളത്. കോമ്പറ്റീറ്റേഴ്സിനോടൊന്നും പറയാനില്ല. എല്ലാവരും വളരട്ടെ, എല്ലാവരും പൈസ ഉണ്ടാക്കട്ടെ, എല്ലാവരും വ്യൂസ് നേരട്ടെ, എല്ലാവരും അറിയപ്പെടട്ടെ. ഓക്കെ, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് കൊമേഴ്ഷ്യൽ ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ? അമൽ നീരദ്, പ്രശാന്ത് നീൽ, രാജമൗലി ഇവരൊക്കെ ഇഷ്ടമാണ്. ഫേവറേറ്റ് മലയാളം റൈറ്റേഴ്സ്? ശ്യാം പുഷ്കരൻ ആൻഡ് മുരളി ഗോപി. ഈ അടുത്ത് വന്നതിൽ വെച്ച് കിടിലൻ മേക്കിംഗ് തോന്നിയ സിനിമ തുടരും കിടിലൻ മേക്കിംഗ് ആയിരുന്നു. മലയാള സിനിമയ്ക്ക് ഏറ്റവും മാറ്റം തോന്നിച്ച വർഷം ഉറപ്പായിട്ടും 2024 അത്യാവശ്യം നല്ല കിടിലൻ പടങ്ങൾ ഇറങ്ങി, നല്ലപോലെ കളക്ഷൻ കിട്ടി. അത്യാവശ്യം മലയാള സിനിമ ഒന്ന് സെറ്റായിട്ട് നിന്ന കൊല്ലായിരുന്നു 2024. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ? ഉറപ്പായിട്ടും അനിരുദ്ധ് രവിചന്ദ്രൻ. ഫേവറേറ്റ് ജോണർ? ഉറപ്പായിട്ടും ത്രില്ലർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ത്രില്ലർ മൂവീസ്. ഫേവറേറ്റ് പ്ലേസ്? മണാലി. വാട്ട്സ് യുവർ പാഷൻ? ബി എ സ്ക്രിപ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ സിനിമയിലെത്തുക, അതാണ് എൻ്റെ പാഷൻ. പക്ഷെ ഞാൻ പാഷന് വേണ്ടിയിട്ട് ഒരു 1-2 കൊല്ലം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് നടന്നില്ല എന്നാണ് ഇപ്പോൾ പാഷൻ വിട്ടു. ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അതിലേക്ക് ചെന്നിരിക്കും. ഒപ്പീനിയൻ ഓൺ റിവ്യൂവേഴ്സിന്റെ ജോലി ചെയ്യുന്നു. അവർ സിനിമ കാണുന്നു, അവർ നിങ്ങളോട് അവരുടെ അഭിപ്രായം പറയുന്നു. ആ സിനിമ കാണണം വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇത് കാണുന്ന ആൾക്കാരുടെ മാത്രം തീരുമാനമാണ്. സോ റിവ്യൂവേഴ്സ് പറയുന്നത് കണ്ണടച്ച് കേട്ടിട്ട് നിങ്ങൾ ആ സിനിമ കാണാതിരിക്കരുത്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ റിവ്യൂവേഴ്സിന്റെ അഭിപ്രായം നോക്കാതെ നിങ്ങൾ പോയിട്ട് സിനിമ കാണാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മറ്റൊരാളോട് പറയാം. അത്ര എനിക്ക് പറയാം. വാട്ട് വാസ് ദ മോട്ടിവേഷൻ ടു മേക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ റീക്രിയേഷൻ വീഡിയോസ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ്. അതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും നടനോ സ്ക്രിപ്റ്റ് റൈറ്ററോ അസിസ്റ്റന്റ് ഡയറക്ടറോ ഒക്കെ വിളിച്ചിട്ട് വല്ല സ്ക്രിപ്റ്റ് ഉണ്ടോ ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പയ്യെ അത് വെച്ച് സിനിമയിലേക്ക് കയറാന്നൊക്കെ ആയിരുന്നു സ്വപ്നം. പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവീസ് ഇൻക്ലൂഡിംഗ് എന്റർടൈനിങ് വിത്ത് സ്റ്റോറി ലൈൻ, ഹ്യൂമർ എറ്റ്സെട്ര. ഫോർ യുവർ വീഡിയോ ചേട്ടാ. ഓക്കെ, ഈ വർഷം ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തുടരും ആൻഡ് പടക്കളം. രണ്ടും കിടിലം പടമാണ്. മലയാളത്തിൽ എന്തുകൊണ്ട് ഒരു ജയിലർ വിക്രം മൂവിലുള്ള മാസ ആക്ഷൻ മൂവീസ് വരുന്നില്ല? ഇതിന് ഉത്തരം സിമ്പിളാണ്. മലയാളത്തിൽ ഒരു നെൽസണോ ലോകേഷ് കനകരാജോ ഇല്ല. സത്യം പറഞ്ഞാൽ ആ ലെവലുള്ളവരാണെങ്കിൽ ആ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ സിനിമകൾ സംഭവിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ Q&A വീഡിയോ ചിലപ്പോൾ ബോറായിരിക്കും. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ചുമ്മാ കമന്റ് വെച്ച് ആ സമയത്ത് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. ഇനിയൊരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. നല്ല ബോറ് പരിപാടിയാണ്. എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല പാടാ. പ്രത്യേകിച്ച് ഫേസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഡയറക്റ്റ് നോക്കി പറയാത്തതുകൊണ്ട് ഇതൊക്കെ റിവീൽ ചെയ്യാനൊക്കെ നല്ല പാടാ. വിചാരിച്ച പോലെയല്ല. ഞാൻ സിമ്പിളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതും. പക്ഷേ വിചാരിച്ചത്ര സിമ്പിൾ അല്ല. ഏതായാലും ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചവർക്ക് നന്ദി. ചോദ്യങ്ങൾ ചോദിച്ചവരിൽ ആരുടെയെങ്കിലും ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പ് ചോദിക്കുന്നു, ക്ഷമിക്കുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.